ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈസി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. ഈസി മാത്രമല്ല, യമ്മി ആൻഡ് ടേസ്റ്റ് ചിക്കൻ കറിയാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ചീനച്ചട്ടി കഴുകി വൃത്തിയാക്കി അടുപ്പത്ത് വെച്ചു. അതിനുശേഷം ഒരു 3-4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു. ഞാനിതിൽ റിഫൈൻഡ് ഓയിലാണ് യൂസ് ചെയ്യണത്. അപ്പോൾ നമ്മൾ എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചു. അതിനുശേഷം നമ്മളുടെ ഇന്നത്തെ താരം അടിപൊളി ചിക്കൻ. അപ്പോൾ അത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. 1 കിലോ ചിക്കനോളം ഉണ്ട് ഇത്. അതിനുശേഷം ഒരു 3-4 സബോള മീഡിയം സൈസുള്ള കഴുകി വൃത്തിയാക്കി ചെറിയ സ്ലൈസ് ആക്കിയിട്ടുണ്ട്. അതിനുശേഷം എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു 3 ഏലക്ക, 3 ചെറിയ പീസ് കറുവപ്പട്ട, പിന്നെ നമ്മളുടെ 3-4 ഗ്രാമ്പൂ, പിന്നെ നമ്മളുടെ ഒരു 3-4 തേജ്പത്തയ്ക്ക് എന്താ നാട്ടിലൊക്കെ മലയാളത്തിൽ പറയുക. അപ്പം ഈ ഇലയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് എണ്ണയ്ക്കകത്തൊന്ന് ചൂടാക്കിയെടുക്കാം. അതിനുശേഷം നമ്മൾ സ്ലൈസ് ചെയ്ത സവോള ഇതിൻ്റെ അകത്ത് ഇട്ട് നല്ലപോലെ ഇങ്ങനെ വഴറ്റി എടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ്, കറിക്ക് ആവശ്യത്തിന് ഉള്ള ഉപ്പ് ഞാൻ ഇതിൻ്റെ അകത്ത് ചേർക്കുന്നുണ്ട്. ഇതിപ്പോഴേ ചേർക്കണതെന്ന് വെച്ചാൽ നമ്മളുടെ സവോളയൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ടാണ്. പിന്നെ അതും കൂടിയെല്ലാം നമ്മൾ വഴറ്റി എടുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിൻ്റെ അകത്ത് നമ്മളൊരു 10-20 അല്ലി വെളുത്തുള്ളി, 2 ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ 2 ടീസ്പൂൺ പെരിഞ്ജീരകം, പൊടിയല്ല കേട്ടോ, നമ്മളുടെ പെരിഞ്ജീരകം, ഇതാ മിക്സിയുടെ ജാറിൻ്റെ അകത്തിട്ട് പിന്നെ നമ്മളുടെ മിക്സിക്കകത്ത് ഇതെല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ക്രഷ് ചെയ്തേച്ച് അതും ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് വീണ്ടും ഇത് നമ്മൾ വഴറ്റിയെടുക്കണം. അതിനുശേഷം നമ്മൾ ഈസി ആയിട്ടുള്ള പണിയല്ലേ, അപ്പം ഒരു 2 തക്കാളി എടുത്ത് അതൊന്ന് കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിൻ്റെ അകത്തൊന്ന് അത് നമ്മൾ പേസ്റ്റാക്കി എടുത്തു. അതും ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് നമ്മളിങ്ങനെ വഴറ്റി മിക്സ് ചെയ്തു. അതിനുശേഷം നമ്മളിനിയിപ്പോൾ നമ്മളുടെ പൊടികളൊക്കെ ചേർക്കാൻ പോവാണ്. അങ്ങനെ നമ്മൾ ഇതിൻ്റെ അകത്ത് ചേർക്കുന്ന നമ്മളുടെ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യണത് മുളക് പൊടിയാണ്. ഇതിൻ്റെ അകത്ത് ഞാൻ ആഡ് ചെയ്യണ 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്. അപ്പം മുളക് പൊടിയിൽ ഞാൻ 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടേബിൾ സ്പൂണ് നമ്മൾ എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നത്. അതും വീണ്ടും നമ്മളിങ്ങനെ വഴറ്റി എടുക്കുകയാണേ. അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇതിൻ്റെ അകത്ത് നമ്മളുടെ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. മല്ലിപ്പൊടി നമ്മൾ 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടുകയാണെങ്കിൽ നമ്മളുടെ മല്ലിപ്പൊടി കൂടുതലായിരിക്കണം. അപ്പോൾ നമ്മൾ ഒരു 5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇതിൻ്റെ അകത്ത് ചേർത്ത് വീണ്ടും നമ്മൾ വഴറ്റി എടുക്കുവാണേ. അങ്ങനെ ഇതിൻ്റെ എല്ലാ പച്ചമണമൊക്കെ മാറി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇതിൻ്റെ അകത്ത് ചിക്കൻ മസാല ചേർക്കാൻ പോകാം. അങ്ങനെ ഞാൻ ഈസ്റ്റേണിൻ്റെ ചിക്കൻ മസാലയാണ് പൊതുവെ എപ്പോഴും ചിക്കൻ കറി ഉണ്ടാക്കുമ്പോഴത്തേക്ക് യൂസ് ചെയ്യണത്. അങ്ങനെ നമ്മൾ 1 കിലോ ചിക്കന് 5 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ചേർക്കും. എന്നിട്ട് അതും കൂടി ഒന്ന് പച്ചമണം മാറിക്കഴിയുമ്പോഴത്തേക്ക് ചിക്കനും അതിൻ്റെ അകത്തേക്ക് ഇട്ട് എല്ലാം മിക്സാക്കി എടുക്കാം. അതെല്ലാം മസാല എല്ലാം ചിക്കനിലേക്ക് പിടിക്കുന്ന വരെ ഒരു 10 മിനിറ്റോളം നമ്മളിങ്ങനെ ഇതിൽ തന്നെ വേകാൻ വെക്കണം. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ ഞാൻ ഒരു 3 കപ്പ് വെള്ളം ഒരു ചായപാത്രത്തിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അത് നമ്മളുടെ ഈ ചിക്കനിലേക്ക് ഒഴിക്കാനാണ്. അപ്പം ഇതെല്ലാം ഈ മസാലയ്ക്കകത്തൊന്ന് ചിക്കൻ എല്ലാം മിക്സായി കഴിയുമ്പം നമ്മൾ ഈ ചൂടാക്കിയ വെള്ളം ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കുക. അതിന് ശേഷം ഇത് നല്ലപോലെ ഒരു വേകാനായിട്ട് വയ്ക്കുക. ഇത് വേകാനുള്ള താമസം മാത്രമേ ഉള്ളൂ. ഇനി ഇത് കണ്ടില്ലേ, നമ്മളുടെ ചിക്കൻ കറി ഈസി അല്ലേ. അങ്ങനെ നമ്മൾ ഇതൊന്ന് ഒരു 10-20 മിനിറ്റ് ഇങ്ങനെ തന്നെ വെച്ച് കഴിയുമ്പോൾ നമ്മളുടെ ചിക്കൻ റെഡി ആയി കിട്ടും. പിന്നെ ഇതിന് ശേഷം നമ്മൾ ലാസ്റ്റിൽ ഞാൻ ഇതിൻ്റെ അകത്ത് ടോപ്പിങ്സ് ആയിട്ട് 1 ടീസ്പൂൺ കിച്ചൻ കിങ് മസാലയാണ് ചേർക്കുന്നത്. അത് ഇതിനൊക്കെ നല്ല ഫ്ലേവർ കിട്ടും. പിന്നെ അറ്റ് ലാസ്റ്റ് നമ്മൾ ഈ മാഗി മസാലയും കൂടി ഇട്ട് ഒന്ന് തിളപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വേറെ ഒന്നും ഇനി ചിക്കൻ കറിയിലേക്ക് ആഡ് ചെയ്യാനില്ല. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ ചിക്കൻ കറി. ഓക്കെ, അപ്പം ഇതിലേക്ക് നമ്മളിനി ആവശ്യത്തിനുള്ള കൊറിയൻഡർ ലീവ്സും
നമ്മൾ മല്ലിയിലെല്ലാം കൂടി ഇട്ട് നമ്മൾ ഗാർണിഷ് ചെയ്യും. എന്നിട്ട് ഫൈനൽ ഇത് നമ്മുടെ ചിക്കൻ കറി റെഡി. ആർക്കും എപ്പോൾ വേണമെങ്കിലും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി. എല്ലാവരും ട്രൈ ചെയ്യണേ. താങ്ക് യു. ബൈ.